പാറുമോള് ദേ ഫ്ലിപ്കാർട്ടിന്റെ പൊതിയും പിടിച്ച് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് വന്നതാണ് ഇതൊന്ന് പൊളിക്കണം കേട്ടോ എന്ന്. അപ്പൊ ഞാനും പാറുമോളും കൂടി അത് പൊളിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അതിന് ദേ കത്തിയൊക്കെ എടുത്തോണ്ട് വന്ന് ഞങ്ങൾ മുറിച്ച് അത് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതൊരു 5-6 ദിവസമായി ഓർഡർ ചെയ്തിട്ട് അപ്പൊ ഇന്നാണ് വന്നത് കേട്ടോ. വന്ന വഴിക്ക് അത് തുറക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ ഒരു സംഭവമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അത് നന്നായി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ട് അത് പൊട്ടാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ഉള്ളിലും ഒരുപാട് തെർമോക്കോൾ ഉണ്ട്, ഇതിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് നല്ല സേഫ് ആയിട്ട് സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്ലാസ് ജാർ ഉണ്ടല്ലോ, ഗ്ലാസിന്റെ കെറ്റില് ചായ വെക്കാനായിട്ട്, അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത് വന്നിട്ടുണ്ട്. വന്ന വഴിക്ക് ചായ വെക്കാൻ ധൃതിയായി. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയായി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ദേ അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിൽ തിളക്കിട്ട് ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാല്ലേ ഈ കാറ്ററിങ്ങിനൊക്കെ വരുന്നവർ ഇതുപോലെ ചായ വെക്കുന്നത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതൊരെണ്ണം വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ അത് വാങ്ങിച്ചു, അടുപ്പത്ത് വെച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഇതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിലാണ് ചായയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ചായ തിളയ്ക്കുമ്പോൾ അത് അരിച്ചെടുക്കണ്ട. ചായയിൽ മാത്രമല്ല കേട്ടോ, ബാക്കി നമ്മൾ എന്താ പറയുക ചുക്ക്, ജീരകം അങ്ങനെയൊക്കെ ഇട്ട് വെക്കില്ലേ, അപ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇടാം. പാറുമോൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ അതൊക്കെ വെച്ച് ചായ തിളയ്ക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് കേട്ടോ ഈ സംഭവം തുറക്കുന്നത്. അങ്ങനെ ദേ നമ്മുടെ ചായ ഒക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചുക്കിടാന്ന്. ഇത് ഞാൻ വീട്ടിൽ തന്നെ കഴുകി മിക്സിയിൽ പൊടിച്ചെടുത്ത ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അത് ചുക്കാണ്. അപ്പോൾ ചുക്ക് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ദേ പാറുമോൾ അച്ഛമ്മേനെ വിളിച്ചുകൊണ്ട് വരിക, അതേ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് അത്ഭുതം, ഇതെന്ത് ഈ ചില്ലുപാത്രം അടുപ്പത്ത് വെച്ചിരിക്കണേന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ദേ നമ്മുടെ ചായ തിളച്ചു കേട്ടോ. പക്ഷെ ഇതിന്റെ പിടി ചൂടാവുന്നുണ്ട്, അതുകൊണ്ട് തുണി ഉപയോഗിച്ച് തന്നെ എടുക്കണം. അങ്ങനെ അത് എടുത്തു. ഇത് ഇനി നമുക്ക് അരിക്കണ്ട കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ സംഭവത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചുക്കും ചായലൊക്കെ ചേർത്ത് കൊടുത്തത്. അങ്ങനെ ചായ റെഡിയായി. അപ്പോൾ എന്തായാലും ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കിക്കോളൂ. ഞാൻ ചെറുതാണ് വാങ്ങിച്ചത്, കാരണം ഇതിൽ 2-3 ചായ നമുക്ക് വെക്കാം കേട്ടോ.